മലയാളികളുടെ പ്രിയ ഗായകനാണ് എം.ജി. ശ്രീകുമാർ. വർഷങ്ങളായി മലയാളികൾക്ക് പ്രിയപ്പെട്ടവൻ. എം.ജിയെപ്പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയതമയും. ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ എന്നും ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നത് എം.ജിയുടെയും ലേഖയുടെയും ജീവിതത്തിലാണ്. ആർക്കും മാതൃകയാക്കാൻ ഒതുങ്ങാവുന്ന ദാമ്പത്യമാണ് എം.ജി. ശ്രീകുമാർ ലേഖ എം.ജി. ശ്രീകുമാർ ദമ്പതികളുടേത്. ഭർത്താവിൻ്റെ നിഴലായി കൂടെയുള്ള ഒരാൾ, താൻ എവിടെ പോയാലും ഒപ്പം ഭാര്യയും വേണമെന്ന് കരുതുന്ന മറ്റൊരു വ്യക്തി. അവരുടെ മനോഹരമായ വർഷങ്ങൾ നീണ്ട പ്രണയം എന്നും ആരാധകർക്ക് കൗതുകമായിരുന്നു. 1988 തിരുവനന്തപുരം തൈക്കാട് ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എം.ജി. ശ്രീകുമാറും ലേഖയും ആദ്യമായി കണ്ടത്. കണ്ടുമുട്ടിയ അന്ന് താൻ ഉറപ്പിച്ചു, ഇത് എൻ്റെ പെണ്ണ്. പിന്നെ പല ആലോചനകൾ വന്നു. എന്നാൽ അപ്പോഴൊന്നും എം.ജിയുടെ മനസ്സിൽ ലേഖയുടെ മുഖം അവിടെ തന്നെ ഉണ്ടായിരുന്നു. എം.ജി ഈ ബന്ധത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി താൻ ശ്രമിച്ചുവെന്നും എന്നാൽ അപ്പോഴൊന്നും എം.ജിയുടെ മനസ്സ് മാറിയില്ലെന്നും ലേഖ അടുത്തിടെ പറഞ്ഞിരുന്നു. ശരിക്കും ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനം ഇപ്പോഴും ഇരുവരും പ്രണയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രണയം ഒരു സ്വപ്നവും വിവാഹം ഒരു സത്യവുമാണ്. വർഷങ്ങൾ കൊഴിഞ്ഞു പോകും, പക്ഷേ ഓർമ്മകൾ നിലനിൽക്കും എന്ന ക്യാപ്ഷനോടെ ലേഖ പങ്കുവച്ച ചിത്രങ്ങൾ കണ്ടിട്ടാണ് വീണ്ടും ഇരുവരുടെ ജീവിതം ആരാധകർ ഓർത്തുപോകുന്നത്. നീണ്ട 14 വർഷത്തെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചുകൊണ്ടായിരുന്നു 2000 ഇരുവരും വിവാഹിതരായത്. തങ്ങളുടെ വിവാഹത്തിൽ ഏറെയും എതിർപ്പ് വീട്ടുകാർക്കായിരുന്നു, കൂട്ടുകാർക്കും എതിർപ്പായിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാത്തിനെയും തരണം ചെയ്ത് ഒന്നായെന്നും ഒരിക്കൽ എം.ജി പറഞ്ഞിരുന്നു. എം.ജിയെ വിവാഹം ചെയ്യുമ്പോൾ ലേഖ ഒരു മകളുടെ അമ്മയായിരുന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും എം.ജിക്കും ലേഖയ്ക്കും കുഞ്ഞുങ്ങളില്ല. ആ തീരുമാനം ഞങ്ങൾ ഒരുമിച്ച് എടുത്തതാണ് എന്നാണ് എം.ജി മുമ്പൊരിക്കൽ പറഞ്ഞത്. കുട്ടികളുണ്ടായാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാകാതെ ഇരിക്കുന്നത് നല്ലത്. കുട്ടികൾ വേണ്ടെന്ന് ഒരുമിച്ചെടുത്ത തീരുമാനമാണ്, വ്യത്യസ്തം ആയി തീരുമാനിച്ചതാണ്, കണ്ടും കേട്ടും മനസ്സിലാക്കിയ തീരുമാനമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.